ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ലൈഫ് ഓഫ് എ PhD സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ. അപ്പോൾ അതിന് കുറച്ച് കമൻസും പിന്നെ ഇൻസ്റ്റയിൽ എനിക്ക് കുറച്ച് മെസ്സേജസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഈ സ്കോളർഷിപ്സിനെ കുറിച്ചിട്ട്. അപ്പോൾ ഈ ഇന്ത്യയിലുള്ള ഈ PhD ചെയ്യുന്നവർക്ക് ഉള്ള സ്കോളർഷിപ്സിനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് സ്കോളർഷിപ്സാണ് ഞാൻ ഈ വീഡിയോയിൽ മെൻഷൻ ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് PMRF, പ്രൈം മിനിസ്റ്റേഴ്സ് റിസർച്ച് ഫെലോഷിപ്പ്. അത് MHRD ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. മാർച്ച് ടു ഏപ്രിൽ ടൈമിലാണ് നിങ്ങളിത് അപ്ലൈ ചെയ്യേണ്ടത്. സോ നിങ്ങൾ ഏതൊരു ഗുഡ് സ്കോറിൽ നിങ്ങൾക്ക് ഗേറ്റ് ഉണ്ടാവണം, അല്ലെങ്കിൽ നെറ്റ് ക്വാളിഫൈഡ് ആവണം. ഇതിന് അപ്ലൈ ചെയ്യേണ്ടെങ്കിൽ നല്ല സ്കോർ വേണം. പിന്നെ ഇത് അവൈൽ ആക്കാൻ പറ്റുന്ന യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുന്നത് ഈ IITs അല്ലെങ്കിൽ IISc, IISER അല്ലെങ്കിൽ സെൻട്രലൈസ്ഡ് ഫണ്ടിങ് ഉള്ള ഈ IIITs ഇവിടെയൊക്കെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സ്കോളർഷിപ്സിന് ഈ അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് 70K ആണ്. നിങ്ങൾ JRF ആയിട്ട് കയറും നിങ്ങൾക്ക് കിട്ടുന്നത് ഈ 70,000 റുപ്പീസാണ്. ഇത് എല്ലാ 12 മന്ത്സ് കൂടുമ്പോഴും 12 to 18 മന്ത്സ് ടൈമിൽ നിങ്ങളൊരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. ഒരു കമ്മിറ്റി നിങ്ങളെ ഇവാലുവേറ്റ് ചെയ്യുന്നതായിരിക്കും. സെക്കൻഡ് വൺ ആണ് CSIR UGC നെറ്റ്, കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ്. ഇത് വർഷത്തിൽ 2 പ്രാവശ്യം നടത്തും. ഓൺലൈൻ മോഡായിട്ടാണ് ഇവർ നടത്തുന്നത്. ഇതിൽ ഏജ് ലിമിറ്റ് ഉണ്ട്. 28 ഇയേഴ്സ് ആണ് ഇതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങളിപ്പോൾ SC ST അല്ലെങ്കിൽ തേർഡ് ജെൻഡർ അല്ലെങ്കിൽ ഫീമെയിൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ 5 ഇയേഴ്സ് വരെ ഏജ് റിലാക്സേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. സോ നിങ്ങൾ JRF ആയിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിൽ കിട്ടുന്ന സ്കോളർഷിപ്പ് എമൗണ്ട് എന്ന് പറയുന്നത് 37,000 റുപ്പീസാണ്. നിങ്ങളത് SRF ആഫ്റ്റർ 2 ഇയേഴ്സ് നിങ്ങളത് SRF സീനിയർ റിസർച്ച് ഫെല്ലോ ആയിട്ട് മാറുമ്പോൾ അത് 42,000 ആയിട്ട് കൂടും. പക്ഷേ ഇതിലുള്ള സബ്ജക്ട്സ് എന്ന് പറയുന്നത് ഈ സോഷ്യൽ സയൻസ് പോലത്തുള്ള സബ്ജക്റ്റ് ഒന്നും CSIR UGCയിൽ ഇൻക്ലൂഡഡ് അല്ല. ഓൺലി ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമെറ്റിക്സ്, ലൈഫ് സയൻസ് ആൻഡ് ഐ തിങ്ക് എർത്ത് സയൻസ്, ഇത്രയാണ് ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾ സോഷ്യൽ സയൻസ് അല്ലെങ്കിൽ സൈക്കോളജി അങ്ങനത്തെ ഒക്കെ എക്കണോമിക്സ് ഇങ്ങനത്തെ ഒക്കെ സബ്ജക്ട്സിനാണെങ്കിൽ ജസ്റ്റ് UGC നെറ്റാണ് നിങ്ങൾ എഴുതേണ്ട എക്സാം. ഓക്കെ, സോ CSIR ഇസ് ഫോർ മറ്റ് സയൻസ് സബ്ജക്ട്സിന്. ഇപ്പം ഈ സോഷ്യൽ അങ്ങനത്തെ എക്കണോമിക്സ് ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ഹോം സയൻസ് ഒക്കെ ആയിട്ടുള്ള സബ്ജക്ട്സ് ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് UGC നെറ്റാണ് എഴുതേണ്ട എക്സാം. ഇനിയുള്ള സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് ബയോടെക്നോളജിയിൽ PhD ചെയ്യുന്നവർക്കാണ്. DBT JRF എന്നാണ് ഇതിൻ്റെ പേര്. സോ ഇതിനവർ ബയോടെക്നോളജി എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു എക്സാം എഴുതണം. ഇത് മാക്സിമം 3 അറ്റംപ്റ്റ്സ് ആണ് ഇതിന് പറ്റാവുന്നത്. സോ ഈ എക്സാം എഴുതിയിട്ട് 2 കാറ്റഗറി ആയിട്ടാണ് ഇവർ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സോ ഫസ്റ്റ് കാറ്റഗറിയിൽ ഫസ്റ്റ് 500 ആൾക്കാരെ സെലക്ട് ചെയ്യും. ആൻഡ് സെക്കൻഡ് കാറ്റഗറിയിൽ ആഫ്റ്റർ ഈ 500ന് ശേഷമുള്ള റാങ്കിൽ വന്നവരെ എടുക്കും. അപ്പം ആ കാറ്റഗറിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ എക്സ്റ്റേണൽ ഫണ്ടിങ്. ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാനൊരു യൂണിവേഴ്സിറ്റി ചേർന്നു. ആ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇപ്പം എനിക്ക് DST ഫണ്ടിങ് അല്ലെങ്കിൽ DRDO ഫണ്ടിങ് ആയിട്ട് ഇപ്പം ഞാനൊരു പ്രൊജക്ട് പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്തിട്ട് അവരെന്നെ ഫണ്ട് ചെയ്യുമെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്യുന്നവരാണ് ഈ കാറ്റഗറി 2ൽ വരുന്നത്. സോ ദിസ് ഇസ് ഫോർ ബയോടെക്നോളജി സ്റ്റുഡൻസ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ദ സെക്രട്ടേറിയറ്റ് ഓഫ് ദി സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോർപ്പറേഷൻ, SARC എന്ന് പറഞ്ഞിട്ടുള്ള അഗ്രികൾച്ചർ റിലേറ്റഡ് സ്റ്റഡീസിനുള്ള സ്കോളർഷിപ്പാണ്. സോ ഇതിലെന്താ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളൊരു പ്രൊപ്പോസൽ, അവർക്കൊരു സർട്ടൻ ഏരിയാസ് ഉണ്ടാവും. അപ്പം ആ ഏരിയാസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊപ്പോസൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ അക്കാഡമിക് അച്ചീവ്മെൻറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ മുൻ പബ്ലിക്കേഷൻസ് അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് അവർ സെലക്ട് ചെയ്യുന്നത്. ഒരു റിവ്യൂ കമ്മിറ്റി ഉണ്ടാവും. സോ നിങ്ങളുടെ പ്രപ്പോസൽ ആൻഡ് അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് റിലേറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ സെലക്ട് ചെയ്യാൻ പോകുന്നത്. സോ ഇത് കുറേ കൺട്രീസ് ഇൻക്ലൂഡഡ് ആണ് എക്സെപ്റ്റ് ഫോർ ബംഗ്ലാദേശ് ആൻഡ് അഫ്ഗാനിസ്ഥാൻ. ഇന്ത്യ ഇതിലുള്ള ഒരു കൺട്രിയാണ്. സോ നിങ്ങൾക്ക് അഗ്രികൾച്ചറൽ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റഡീസ് നടത്തുന്ന കുട്ടികൾക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് ഈ ട്രഡീഷണൽ മെഡിസിൻ ഒക്കെ പെർസ്യൂ ചെയ്യുന്ന കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പാണ്. സോ അതാണ് FITM ആയുഷ്, ഫോറം ഓൺ ഇന്ത്യൻ ട്രഡീഷണൽ മെഡിസിൻ
മിനിസ്ട്രി ഓഫ് ആയുഷ് ഇവരുടെയാണ് ഈ സ്കോളർഷിപ്പ് എന്ന് പറയുന്നത്. സോ ഇവർക്ക് തന്നെ പല കാറ്റഗറീസ് ഉണ്ട്, നോട്ട് ജസ്റ്റ് ഫോർ PhD. അവർക്ക് JRF ഉണ്ട്, അതായത് ഈ PG ഒക്കെ ചെയ്യുന്ന കുട്ടികൾക്ക്, ഇതിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. SRF, അതായത് ഈ പ്രൊഫസേഴ്സ് ആയിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്പേർട്ടായിട്ട് വർക്ക് ചെയ്യണവർക്ക് ഇവർ ഈ സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. പിന്നെ ക്ലിനിക്കൽ റിസർച്ച് ഫെലോഷിപ്പ് ഇവർ കൊടുക്കുന്നുണ്ട്. PhD ഉണ്ട്, പോസ്റ്റ് ഡോക്ടറൽ ഉണ്ട്, പിന്നെ ഇന്നോവേറ്റീവ് റിസർച്ച് ഐഡിയാസ്, അതായത് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്തിട്ട് ഈ സ്കോളർഷിപ്സ് കിട്ടാവുന്നതാണ്. സോ ബേസിക്കലി ഈ ട്രഡീഷണൽ മെഡിസിൻ ഫീൽഡിൽ വർക്ക് ചെയ്യണവർക്ക് ഐ തിങ്ക് ഇതിൻ്റെ ഒരു എയിം എന്ന് പറയുന്നത് ടു ബ്രിഡ്ജ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ഈ ട്രഡീഷണലും മോഡേൺ മെഡിസിനും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് കുറയ്ക്കാനായിട്ടായിരിക്കാം അവർ ഈ സ്കോളർഷിപ്പ് പ്രൊമോട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് സ്കോളർഷിപ്പ് എർത്ത് സയൻസിൽ പഠിക്കുന്ന അല്ലെങ്കിൽ PhD ചെയ്യുന്ന ആൾക്കാർക്കുള്ളതാണ്. ദാറ്റ് ഈസ് SONCESS. അപ്പോൾ ഇത് പറയണത് ഈ CSIR UGC നെറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണ്. ഈ മാസ്റ്റേഴ്സിൽ എർത്ത് സയൻസ് എടുത്ത് മാസ്റ്റർ ചെയ്ത ആൾക്കാരിൽ ഫസ്റ്റ് ക്ലാസ് മാർക്കോട് കൂടിയുള്ളവർക്ക് മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൻ്റെ സ്കോളർഷിപ്പ് എമൗണ്ട് എന്ന് പറയുന്നത് ഫസ്റ്റ് 2 ഇയേഴ്സിൽ 25K-യും പിന്നെ അങ്ങോട്ട് 28K-യും ആണ്. ഹൗസ് അലവൻസ് ലൈക്ക് HRA പ്ലസ് അതർ അലവൻസസ് ഒക്കെ ഇൻക്ലൂഡഡ് ആണ് ഇതിൽ. ഇത് പിന്നെ ത്രൂ ഔട്ട് ദ ഇയർ ഓപ്പൺ ആണ്, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇതിൻ്റെ ഇൻ്റർവ്യൂ ട്വൈസ് ഓർ ത്രൈസ് ഇൻ എ ഇയർ അവർ കണ്ടക്ട് ചെയ്യുന്നതാണ്. സോ ദിസ് ഈസ് ഓൺലി ഫോർ എർത്ത് സയൻസ്. എർത്ത് സയൻസിൽ പെർസ്യൂ ചെയ്യുന്ന ആൾക്കാർക്കുള്ള ഒരു സ്കോളർഷിപ്പാണ് ഇത്. നെക്സ്റ്റ് വൺ ആക്ച്വലി എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയൊരു സ്കോളർഷിപ്പാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ബിക്കോസ് ദാറ്റ് സ്കോളർഷിപ്പ് ഇസ് പ്രൊവൈഡഡ് ബൈ ഗൂഗിൾ. കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഇതിൽ എക്സൈറ്റ്മെൻറ്റ്സ് ഇല്ലേ. സോ ഗൂഗിൾ PhD സ്കോളർഷിപ്പാണ്. അതിന് നിങ്ങൾ വേണ്ടത് ഈ പറഞ്ഞ പോലെ റിസർച്ച് പ്രപ്പോസൽ വേണം, നിങ്ങളുടെ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് ഇതൊക്കെ വെച്ചിട്ടാണ് അവർ നിങ്ങൾ സെലക്ട് ചെയ്യാവുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ സെലക്ട് ആയാൽ നിങ്ങൾക്കൊരു ഗൂഗിൾ മെൻറ്ററിനെയും അവർ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇത് മാർച്ച് ടു മെയ്യിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. പക്ഷേ ദർ ഇസ് എ ക്യാച്ച്. എന്താണെന്ന് വെച്ചാൽ എല്ലാ ഫീൽഡിലുള്ളവർക്കും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് ജസ്റ്റ് ഓക്കെ ഞാൻ കമ്പ്യൂട്ടർ സയൻസിൽ വർക്ക് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അവരുടെ തന്നെ സർട്ടൻ ഫീൽഡ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, നെറ്റ്വർക്കിംഗ്, അല്ലെങ്കിൽ എന്താ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്, ഹെൽത്ത് ആൻഡ് ബയോസയൻസ്, സ്പീച്ച് പ്രോസസ്സിങ്. അങ്ങനെ ഈ ഫീൽഡിൽ എന്ന് വെച്ചാൽ അവർക്കൊരു സ്പെസിഫിക് ഏരിയാസ് ഓഫ് ഇതുണ്ട്. അതിൽ നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ ഐഡിയാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റിസർച്ച് പ്രപ്പോസൽ എഴുതാൻ പറ്റുമെങ്കിൽ അങ്ങനെ ആ പെർട്ടിക്കുലർ ഫീൽഡിൽ നിങ്ങൾക്ക് ഇത് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്, ഇതിനു വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ്. ആൻഡ് ദ ലൈക്ക് സാലറി എന്ന് പറയുന്നത്, സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് $50,000 ആണ്. ഫസ്റ്റ് 4 ഇയേഴ്സിൽ നിങ്ങൾക്കുള്ള അവരുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. സോ ലൈക്ക് ഇഫ് യു ആർ റിയലി ഇൻ ടു എന്താ പറയുക, കാരണം ഈ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഒക്കെ ഇപ്പോൾ ഭയങ്കരമായിട്ട് പ്രോഗ്രസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡാണ്. ലൈക്ക് ഇപ്പോൾ ഗൂഗിൾ ആണെങ്കിൽ IBM ഒക്കെ ഭയങ്കര കോമ്പറ്റീഷൻസ് ആണ് അവർ തമ്മിൽ. സോ നമുക്ക് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡും കൂടിയാണത്. ബോത്ത് ഇപ്പം ഇൻഡസ്ട്രിയിലാണെങ്കിൽ ഇപ്പം നമ്മളിപ്പോൾ ഫിസിക്സ് നോക്കുകയാണെങ്കിൽ പണ്ട് ഇപ്പം ന്യൂട്ടൺ പിന്നെ ആരാണ് ഐൻസ്റ്റീനൊക്കെ കണ്ടുപിടിച്ച കുറേ കാര്യങ്ങൾ നമ്മൾ ഇപ്പോഴാണ് കുറേയൊക്കെ പ്രാക്ടിക്കലി കൊണ്ടുവരുന്നത്. പക്ഷേ ഈ ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിക്കും അക്കാഡമിക്കും ഒരുപോലെ ഹാൻഡ് ടു ഹാൻഡ് നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഏരിയയും കൂടിയാണ്. സോ അതിന് ഭയങ്കര ഹ്യൂജ് സ്കോപ്പ് തന്നെയാണുള്ളത്. സോ ഇതിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഗൂഗിൾ വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് തരുന്നത്. സോ ഇഫ് സമൺ ഈസ് റിയലി ഇൻട്രസ്റ്റഡ് ജസ്റ്റ് ട്രൈ ഇറ്റ് ഔട്ട്. അടുത്ത സ്കോളർഷിപ്പാണ് ജവഹർലാൽ നെഹ്റു മെമ്മോറിയൽ ഫണ്ട്. ഇത് സയൻസിനും ഹ്യൂമാനിറ്റീസിനും മാത്രമല്ല, സിവിൽ സർവൻസ്, പിന്നെന്താണ് ഈ ആർട്ടിസ്റ്റ്, പിന്നെ ജേർണലിസ്റ്റ്, ഇവർക്കൊക്കെ ഇവർ ഈ സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 18K ആണ് ഇവർ സ്റ്റാർട്ടിങ്ങിൽ പ്രൊവൈഡ് ചെയ്യുന്ന സ്കോളർഷിപ്പ് എമൗണ്ട് എന്ന് പറയുന്നത്. ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സെലക്ഷൻ കമ്മിറ്റി ഉണ്ടാവും. നിങ്ങളുടെ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ടും റിസർച്ച് പ്രപ്പോസലൊക്കെ വെച്ചിട്ടാണ് നിങ്ങളെ സെലക്ട് ചെയ്യുന്നത്. ഇന്ത്യൻ
കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക് റിസർച്ച് എന്നുള്ള സ്കോളർഷിപ്പ് ജനറലി ഹിസ്റ്ററി ബേസ്ഡ് സാധനങ്ങളിൽ വർക്ക് ചെയ്യുന്ന കുട്ടികൾക്ക് ഉപകാരപ്പെടുന്നതാണ്. സോ ഇതിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 17,600 റുപ്പീസാണ് സ്റ്റാർട്ടിങ്ങിൽ വരുന്നത്. പിന്നെ ഇത് കൂടും. ഇതിന് നിങ്ങൾക്ക് എന്താ വേണമെന്ന് വെച്ചാൽ ഫസ്റ്റ് എക്സാം എഴുതണം, അത് കഴിഞ്ഞ് നിങ്ങൾക്കൊരു പ്രസൻറ്റേഷൻ ഉണ്ടാകും, പിന്നെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടാവും. അപ്പം ഇത്രയും പ്രോസസ്സിലൂടെ നിങ്ങൾ കടന്നു പോകണം. ഇതിന് ക്വാളിഫൈ ചെയ്യേണ്ടിക്കില്ല. പിന്നെ നിങ്ങൾ PhD തീസിസ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് 2 months കഴിഞ്ഞ് ഓട്ടോമാറ്റിക്കലി ഈ സ്കോളർഷിപ്പ് സ്റ്റോപ്പ് ആവും. ഇനി ഞാൻ പറയുന്ന സ്കോളർഷിപ്പ് സിംഗിൾ ഗേൾ ചൈൽഡിന് ഹെൽപ്ഫുൾ ആവുന്ന സ്കോളർഷിപ്സ് ആണ്. 2 എണ്ണം ഉണ്ട്. ഒരെണ്ണം എന്ന് പറയുന്നത് സാവിത്രിബായി ജ്യോതിറാവോ ഫൂലെ ഫെലോഷിപ്പ് ഫോർ എ സിംഗിൾ ഗേൾ ചൈൽഡ്. അത് സോഷ്യൽ സയൻസിനും ഹ്യൂമാനിറ്റീസിനും സയൻസും എഞ്ചിനീയറിങ്ങിനും ഒക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഇഫ് യു ആർ എ സിംഗിൾ ഗേൾ ചൈൽഡ്. അതിൻ്റെ സ്റ്റാർട്ടിങ് JRFൽ അവർ പ്രൊവൈഡ് ചെയ്യുന്ന സ്കോളർഷിപ്പ് എമൗണ്ട് പറയുന്നത് 31,000 റുപ്പീസാണ്. ആൻഡ് ഫോർ SRF ദാറ്റ് ഇസ് 35,000 റുപ്പീസ്. പിന്നെ അതിൻ്റെ എക്സ്ട്രാ ചാർജസ്, ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ കോൺഫറൻസിന് പോകണോ അല്ലെങ്കിൽ വേറെ ലൈക്ക് ബുക്സ് റിലേറ്റഡ് സാധനങ്ങളൊക്കെ വാങ്ങിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ കുറച്ച് അലവൻസസ് ഉണ്ടാവുമല്ലോ. അതിലിപ്പോൾ നിങ്ങൾ സോഷ്യൽ സയൻസ് കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾക്ക് 10,000 റുപ്പീസാണ് പെർ ആനം അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ സയൻസ് കാറ്റഗറി ആണെങ്കിൽ 12,000 റുപ്പീസ് പെർ ആനം ഉണ്ട്. ഇനിയിപ്പോൾ അതുപോലെ തന്നെ സിംഗിൾ ഗേൾ ചൈൽഡിനുള്ള വേറൊരു സ്കോളർഷിപ്പാണ് സ്വാമി വിവേകാനന്ദ സിംഗിൾ ഗേൾ ചൈൽഡ് ഫെലോഷിപ്പ് ഫോർ റിസർച്ച് ഓൺ സോഷ്യൽ സയൻസ്. ഇത് സോഷ്യൽ സയൻസിൽ മാത്രമുള്ള ആൾക്കാർക്ക് പ്രൊവൈഡ് ചെയ്യപ്പെടുന്ന ഒരു സ്കോളർഷിപ്പാണ്. സോ സിംഗിൾ ഗേൾ ചൈൽഡ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ ട്രൈ അപ്ലൈങ് ഫോർ ദീസ് സ്കോളർഷിപ്സ്. ഇപ്പോൾ എന്ന് വെച്ചാൽ വിമന് കുറേ സ്ഥലത്ത്, നോട്ട് ജസ്റ്റ് ഇൻ ഇന്ത്യ, ത്രൂ ഔട്ട് ദ വേൾഡ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ വിമൻ സ്കോളേഴ്സിനെ അവർ ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങൾ എബ്രോഡിൽ, ഇപ്പം ഞാൻ പോസ്റ്റ് ഡോക്കിന് അപ്ലൈ ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയിലൊക്കെ കുറേ യൂണിവേഴ്സിറ്റീസ് അവർ വിമന് പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട് ലൈക്ക് റിസർച്ച് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ ഇന്ത്യയിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു സ്കോളർഷിപ്പാണ് ഇഫ് യു ആർ എ വിമൻ ഓഫ് 27 to 45 ഇയേഴ്സ്, ഈ റേഞ്ചിലാണ് നിങ്ങളുടെ വയസ്സെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം വൈസ് സ്കോളർഷിപ്പ്, വിമൻ ഇൻ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. ഇതാണ് വൈസ് സ്കോളർഷിപ്പ്. അപ്പോൾ ഇതിലെ സ്റ്റാർട്ടിങ് നിങ്ങൾക്ക് 31,000 പ്ലസ് HRA ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്ന എമൗണ്ട്. 5 years വരെ നിങ്ങൾക്ക് ഈ സ്കോളർഷിപ്പ് കിട്ടുന്നതായിരിക്കും വൺസ് യു ജോയിൻ ടു ദ PhD. സോ ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള സ്കോളർഷിപ്സ് എന്ന് പറയുന്നത്. ലൈക്ക് സിംഗിൾ ഗേൾ ചൈൽഡിൻ്റെ നമ്പറിനും അല്ലാണ്ടുള്ള കുറേ സ്കോളർഷിപ്പ് ഞാൻ മെൻഷൻ ചെയ്തു. പിന്നെന്താ വിമനുള്ള സ്കോളർഷിപ്സ് ഉണ്ട്. സോ ഇതൊക്കെ ഞാൻ ബേസിക്കലി ഇന്ത്യ ബേസ്ഡ് ആയിട്ടുള്ള സ്കോളർഷിപ്സ് ആണ് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങളിതൊന്നുമല്ല, നിങ്ങളിപ്പം ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് ജോയിൻ ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ആ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിൽ ഒന്നിക്കൽ അവർക്ക് അവരുടേതായ ഫണ്ടിങ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ അമൃത വിശ്വവിദ്യാപീഠം, നിങ്ങൾ അവിടെയാണ് ചെയ്യുന്നതെങ്കിൽ അവർക്കൊരു സർട്ടൻ ഫണ്ട്സ് ഉണ്ടാവും ഒരു PhDക്കുള്ള. അല്ലെങ്കിൽ ഇപ്പം ഞാൻ PhD ചെയ്തത് മഹീന്ദ്ര യൂണിവേഴ്സിറ്റി ഹൈദരാബാദാണ്, അവർ ഞങ്ങൾക്ക് സ്കോളർഷിപ്പ് തന്നിട്ടുണ്ടായിരുന്നു. സോ ഞാൻ ജോയിൻ ചെയ്ത ടൈമിൽ 25,000 ആയിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന സ്കോളർഷിപ്പ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഈ ഫീസ് ഉണ്ട് അവർക്ക് പെർ ഇയർ എന്ന് പറയുന്നത് 50,000 ആയിരുന്നു ഫീസ്. പിന്നെ അതല്ലാണ്ട് അവർ അക്കോമഡേഷനും ഫുഡും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇനിയിപ്പം അതുപോലെ വേറെ പല യൂണിവേഴ്സിറ്റീസിൽ ആ യൂണിവേഴ്സിറ്റീസിൻ്റേതായ കുറേ സ്കോളർഷിപ്സും കാര്യങ്ങളും ഉണ്ടാവും. ഇപ്പോൾ അതൊന്നുമല്ല, നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്തു, ഇനിയിപ്പോൾ ഫണ്ടിങ് ഇല്ല. ഫോർ എക്സാമ്പിൾ ഒരു യൂണിവേഴ്സിറ്റിയിൽ XOR യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ ജോയിൻ ചെയ്തു, അതിൽ പ്രോബബ്ലി ഇപ്പോൾ നിങ്ങൾക്ക് 8,000 മാത്രമാണ് ഫണ്ടിങ് കിട്ടുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ DST, ഈ DRDO ഒക്കെ കുറേ പ്രോജക്ട്സ് നിങ്ങൾക്ക് ഇതുപോലെ പ്രൊപ്പോസൽസ് എഴുതിയിട്ട് നിങ്ങൾക്ക് ഫണ്ടിങ് കിട്ടാവുന്നതാണ്. ആ ഫണ്ടിങ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് ആ ഫണ്ടിങ്ങിലൂടെ ഒരു ലൈക്ക് ആ പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യാൻ ആൾക്കാർ വേണമല്ലോ. സോ അതാണല്ലോ ബേസിക്കലി നമ്മൾ PhD ആണെങ്കിലും പോസ്റ്റ് ഡോക്ക് ആണെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രോജക്റ്റ് ഉണ്ടാവും, അത് വർക്ക് ചെയ്യാനാണല്ലോ നമ്മളൊക്കെ ഇരിക്കണം. അന്നേരം അവർ അതിൽ നിന്ന് നിങ്ങൾക്ക് ഫണ്ടിങ് തരുന്നതായിരിക്കും. സോ ഇത്രയൊക്കെയാണ്. ഇതൊരു വലിയ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. സോ ഈ സ്കോളർഷിപ്സ് ഒക്കെ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. സോ ദാറ്റ് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ എൻക്വയറി ചെയ്ത്, കാരണം ഇപ്പോൾ സയൻസിനുള്ളത് പോലെ ആയിരിക്കില്ല വേറെ സബ്ജക്ട്സിനുണ്ടാവുക. സോ അതിനനുസരിച്ചിട്ട് നിങ്ങൾ
നോക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ട സ്കോളർഷിപ്പ് സെലക്ട് ചെയ്യാം. ആൻഡ് നിങ്ങൾക്കിപ്പോൾ ഐഡിയ ഉണ്ടെങ്കിൽ, പ്രപ്പോസൽ ഉണ്ടെങ്കിൽ, ഇറ്റ്സ് നോട്ട് ദാറ്റ് ടഫ് ടു എന്താ പറയുക ഗെറ്റ് സ്കോളർഷിപ്പ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബേസിക്കലി ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടിരിക്കും. നല്ല നല്ല ഐഡിയാസ് ഉണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ ഓൾറെഡി സ്കോളർഷിപ്പ് അവൈൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കൂടെ നല്ല നല്ല ഐഡിയാസ് ഉണ്ടെങ്കിൽ പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്യുക, പ്രൊജക്റ്റ് സാങ്ഷൻ ആക്കുക, പേപ്പർ പബ്ലിഷ് ചെയ്യുക, അതൊക്കെയല്ലേ ഇത് രസം. സോ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഐ ഹോപ്പ് നിങ്ങൾക്കിത് ഹെൽപ്ഫുൾ ആകും എന്നുള്ളത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് വീഡിയോ. ബൈ, ടേക്ക് കെയർ.